തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ആശാനാഥ് GS ഡെപ്യൂട്ടി മേയറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ആകെ പോൾ ചെയ്തത് 100 വോട്ടുകളിൽ 50 വോട്ട് നേടിയാണ് ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് MS വീണ ചേരുന്നുണ്ട്. എന്തായാലും വളരെയധികം ആവശ്യമായി നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അങ്ങനെ തലസ്ഥാന നഗര വികസന ചിറകിൽ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും ഇനി കാണേണ്ടിയിരിക്കുന്നത് തലസ്ഥാന നഗരത്തിന്റെ വികസന തേരോട്ടം തന്നെയല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കൃത്യമായി ഹലോ 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 യെസ് പ്രജിത്ത്, പറഞ്ഞോളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ തലസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ അതിന്റെ പൂർത്തീകരണത്തിന്റെ ദിവസത്തിലാണ് നമ്മൾ എന്നിവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ മാറ്റം അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു BJP സ്ഥാനാർത്ഥി, ഒരു NDA കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു BJP സ്ഥാനാർത്ഥി, ഒരു NDA-കാരൻ, ഒരു BJP നേതാവ് അധികാരത്തിലെത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അതും ചരിത്രത്തിലില്ലാത്ത വലിയ വിജയവും നേടിക്കൊണ്ട് തന്നെ, ആധികാരികമായൊരു വിജയവും നേടിക്കൊണ്ട് തന്നെ, പല വിധത്തിൽ ആ വിജയത്തെ ശോഭകെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുവെങ്കിലും അതൊക്കെ തടഞ്ഞ് അതൊക്കെ ഫലപ്രാപ്തിയിലെത്താതെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത 2 ഫ്ലെക്സ് ബോർഡുകൾ ഈ തലസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മുകളിലുണ്ടെങ്കിൽ അത് വലിയ വലിയ മാറ്റങ്ങൾക്കുള്ള സൂചനയല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക. ഇതുവരെ ഉണ്ടാകാത്തൊരു ചരിത്രം, ഇതുവരെ ആരും എഴുതിയിട്ടില്ലാത്തൊരു ചരിത്രം അതിന് ഇന്ന് തലസ്ഥാനത്ത് നിന്ന് തുടക്കമാവുകയാണ്. മേയറായി VV രാജേഷും ഡെപ്യൂട്ടി മേയറായി ആശാനാഥും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തതോടുകൂടി അത്തരമൊരു മാറ്റത്തിന്, അത്തരമൊരു അധികാരമാറ്റത്തിന് അത് കേരളത്തിൻ്റെ മുഴുവൻ മാറ്റമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതിന് തലസ്ഥാനത്ത് നിന്നും തുടക്കമായിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ആവേശവുമാണ് ഇപ്പോഴും തലസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്നത്. BJP പ്രവർത്തകർക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പല പ്രവർത്തകരും പങ്കുവെക്കുന്നത് അങ്ങനെയാണ്. അസുചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ എന്തായാലും നമ്മൾ വിചാരിച്ചൊരു വലിയ രീതിയിലേക്ക് എത്തിയില്ലേ? തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു പ്രതീക്ഷ, ജനങ്ങളുടെ പ്രതീക്ഷയും നമ്മുടെ BJP പ്രവർത്തകർക്ക് ആഗ്രഹം ഇന്ന് സഫലീകരിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. തിരുവനന്തപുരത്ത് BJPയുടെ വിജയത്തിന് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ച ആളാണ് മധുചേട്ടൻ. കഴിഞ്ഞ 2 തവണയും BJPയുടെ കൗൺസിലറായിരുന്നു. ഇത്തവണ ശബരിനാഥിനോട് പോരാടിയാണ് വെറും 70 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം പോലും ഈ ആവേശത്തിനൊപ്പം തന്നെയാണ്, BJPയുടെ വിജയം നൽകുന്ന ആ വലിയ ആവേശത്തിനൊപ്പമാണ്, ആ ആഘോഷത്തിനൊപ്പമാണ്. ഇവിടെ നിന്നും മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളപ്പോൾ BJP സംസ്ഥാന കാര്യാലയത്തിലേക്ക് പോയിട്ടുണ്ട്. അവിടെ സ്വീകരണമുണ്ട് അവർക്ക്. ആ സ്വീകരണത്തിന് ശേഷം അവർ മാധ്യമങ്ങളോട് വീണ്ടും സംസാരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പ്രജിത്ത സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു ആവശ്യം തന്നെയാണ് BJP പ്രവർത്തകർക്കുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ ഓരോ മുന്നണികൾ മാറി മാറി ഭരിച്ച അഴിമതിയുടെ കൂത്തരങ്ങ് എന്നായിരുന്നു ആളുകൾ തിരുവനന്തപുരം കോർപ്പറേഷനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് വേറെ മാറുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് കാണേണ്ടിയിരിക്കുന്നത് തലസ്ഥാനത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥം തന്നെയല്ലേ, വികസനത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥം? വിഷ്ണു, നമുക്ക് ഉടൻ തന്നെ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഇത് ഡൽഹിയിലേക്ക് മാറിയിരുന്നെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എത്താൻ കഴിയുമായിരുന്നു. എന്തായാലും വിഷ്ണു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം തലസ്ഥാനം മാറുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ തലസ്ഥാനം മാറി തുടങ്ങിയതിൻ്റെയും പിന്നീട് രാജ്യം മുഴുവൻ രാഷ്ട്രീയ മാറ്റമുണ്ടായതിൻ്റെ ഒക്കെ ചരിത്രം ഒരു വശത്തുണ്ട്. അതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൻ്റെ തലസ്ഥാനം മാറുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയവും മാറിമറിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ആ സുപ്രധാനമായ മാറ്റത്തിന് വഴി തെളിക്കുക എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരവാദിത്വവും BJPയുടെ മുന്നിലുണ്ട്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്, BJPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വത്തിൽ രാജ്യമാസകലം നടത്തിവരുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ അലയൊലികൾ, അതിൻ്റെ തുടർച്ചകൾ. ഇപ്പോൾ ഈ സ്മാർട്ട് റോഡ് പോലെയുള്ള ചെറിയ മാതൃകകൾ മാത്രമാണ് തലസ്ഥാനത്തുള്ളവർ കണ്ടിട്ടുള്ളത്. അതൊക്കെ വലിയ രീതിയിൽ തിരുവനന്തപുരത്തേക്ക് എത്തും, തലസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ അതുപോലെ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും BJPക്കുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞിരിക്കുന്നതും അതേ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ മാറ്റം, വികസിത അനന്തപുരിക്കായാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിനൊരവസരം തരൂ എന്നുള്ളതായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെടലിനൊടുവിൽ അത് ജനങ്ങൾ കേട്ടു. ജനങ്ങൾ BJPക്ക് വികസന പ്രവർത്തനങ്ങൾ
നടപ്പിലാക്കാൻ ഒരു അവസരം തന്നിരിക്കുന്നു. ഇനി ആ വികസന പ്രവർത്തനങ്ങളിലൂടെ അനന്തപുരിയുടെ പ്രതിച്ഛായ മാറ്റുന്നതിനൊപ്പം തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനൊപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെയും മാറ്റിമറിക്കാൻ ആ വികസന പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രത്തിൻ്റെ വികസന നായകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം എത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള കാത്തിരിപ്പുകളുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. ഇത്രയും വർഷം 40-45 വർഷം തലസ്ഥാനത്ത് നിന്നിരുന്ന വികസന എന്തായാലും വികസനത്തിന്റെ ആവേശം തന്നെയാണ് ഇനി തിരുവനന്തപുരം നഗരം കാണാൻ കിടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി PV രാജേഷും ഡെപ്യൂട്ടി മേയറായി ആശാനാഥും ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി എന്തായാലും പാലക്കാട് നഗരസഭയിലേക്കാണ് പോകുന്നത്. പാലക്കാട് നഗരസഭയിൽ ഇതിനോടകം തന്നെ BJP പ്രവർത്തകർ വിജയത്തെ ആഘോഷമാക്കി, വളരെയധികം ആഘോഷമാക്കി മാറ്റുകയാണ്.